അങ്ങനെ ഡേ 6ഉം എത്തി. ഇതൊരു സ്ലോ ഡേ ആയിരുന്നു. രാവിലെ തന്നെ ആദ്യം എക്സ്റേ എടുക്കാൻ പോയി. നാട്ടിലെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ ചെല്ലുമ്പോഴും ഈ ചെരുപ്പ് ഊരി വെക്കണം. എനിക്കെൻ്റെ കാല് കാണുന്നതോ അല്ലെങ്കിൽ തറയിൽ വെക്കുന്നതോ ഒരു ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ഫീലാണ്. ബട്ട് യെസ്, അത് ചെയ്യണം ഹൈജീനിക് ഫാക്ടറിൽ. ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻ്റ് ഉള്ളത് കൊണ്ടും അത് കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ നേരത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് കൊണ്ടും ഉച്ചയ്ക്ക് അങ്ങോട്ട് ഞാൻ പുട്ടും മീൻ വറുത്തതും പട്ടാമ്പിക്കറിയും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് അടിച്ച് മിന്നിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി. പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് പോയതിന് ശേഷം ഞാൻ എൻ്റെ അമ്മായിമാരെയും മേമ്മമാരെയും ഒക്കെ കാണാൻ പോയി. ഇറ്റ് വാസ് ഒരു എമോഷണൽ ഡേ ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇവരൊക്കെ കണ്ടപ്പോൾ ഇത്രയും വൈകി വന്നതിൽ എൻ്റെ ഉള്ളിലൊരു ചമ്മലും, അതേസമയം അവരെ കണ്ട് അവരെ കെട്ടിപ്പിടിച്ചപ്പോൾ ഒരു സന്തോഷവും. എനിക്കറിയില്ല, സംഹൗ ഇറ്റ്സ് ലൈക്ക് ഒരു ബ്ലസ്ഡ് മൊമെൻ്റ് ആയിരുന്നു. ഏറ്റവും അവസാനം പോയത് ടെസ്സി മാമയുടെ വീട്ടിൽ. എത്ര നാൾ കഴിഞ്ഞ് ചെന്നാലും എത്ര വയസ്സായി ചെന്നാലും മേമേൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനൊരു 10 വയസ്സുള്ള കുട്ടിയാവും. മേമേനെ ചുറ്റിപ്പറ്റി മേമ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ടു നടക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടം. മേമേരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കട്ട്ലേറ്റ്. അത് 2 അവിടെ കഴിക്കുകയും ചെയ്തു, 2 ഞാൻ പാക്ക് ചെയ്യുകയും ചെയ്തു. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇറ്റ് ഈസ് എ കുട്ടി മിനി വ്ളോഗ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ടാറ്റ ബൈ ബൈ, സീ യു.